ഡെഫിനറ്റ്ലി നോട്ട്. അവർക്കറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ മെസ്സഞ്ചറിലൊക്കെ വരുന്ന ധാരാളം ഭീഷണിപ്പെടുത്തലുകൾ ആൾക്കാരുടെ അതൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ചോദ്യം ചോദിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയോട് നമ്മൾ ചോദ്യം ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഇത് ബുദ്ധിമുട്ടിക്കാനുള്ള ചോദ്യമല്ല. നമ്മൾ അസച്ച് സമൂഹം അറിയേണ്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുവെന്ന് മാത്രം. അതിന്റെ ഉത്തരങ്ങൾ അവർ പറഞ്ഞു, ആ ഉത്തരങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നു. അതിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അത് വൈരുദ്ധ്യമല്ലേ എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ ഇയാളെ അറ്റാക്ക് ചെയ്യാണ്. ഇപ്പൊ ഒരു പദപ്രയോഗം ഉണ്ടല്ലോ, തേച്ചൊട്ടിച്ചു. അത് തേച്ചൊട്ടിക്കലൊന്നും നമ്മുടെ സങ്കല്പത്തിൽ പോലും ഇല്ല. അത് ആരാണെങ്കിലും ഇത് എക്സോ വൈ. കാര്യം അയാൾക്ക് പറയാനൊരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അത് അയാളെയും ചിലപ്പോൾ സഹായിച്ചു എന്ന് വരും. പക്ഷെ അയാളുടെ പൊസിഷൻ ശരിയല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ എക്സ്പോസ്ഡ് ആവും. ഈ വിർച്വൽ വേൾഡ് മെസ്സേജസുകളിലൂടെയുള്ള ഭീഷണി അല്ലാതെ റിയൽ ലൈഫിൽ ഭീഷണികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ചില സമയത്ത് വളരെ പൂർവ്വമായിട്ട് 1-2 തവണ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആൾക്കാർ വന്ന് ചില്ല് താത്തിയിട്ട് ഒക്കെ ആൾക്കാർ പറയും കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ വിട്ടുപിടി എന്നുള്ള ലൈനിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ വളരെ എനിക്കൊന്ന് വളരെ സില്ലി ആയിട്ടുള്ള മനുഷ്യരാണ്. ഈ രാത്രിയൊക്കെ അങ്ങനെയൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ത്രട്ടോ അങ്ങനെയൊന്നും ഉണ്ട്. ഇതൊക്കെ വളരെ ഒരു ആൾക്കൂട്ടത്തിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയോട് അമിതമായ ലോയൽറ്റി ഉണ്ടെന്ന് അവർ തന്നെ ധരിച്ചിരിക്കുന്ന ആളുകളാണ്. കാരണങ്ങളൊന്നും അറിയാതെ എന്താണ് ഞാൻ ചോദിച്ചതെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതൊക്കെ പിന്നെ കത്ത് വരാറുണ്ട് ധാരാളം. തീർച്ചയായിട്ടും കത്തുകൾ വരുന്നുണ്ട്. അത് 24 അഡ്രസ്സിലേക്കാണ് വരുന്നത്. അഡ്രസ്സിലേക്ക് വളരെ പുലഭ്യം പറഞ്ഞുകൊണ്ടും നമ്മളെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ പാർട്ട് ഓഫ് ജോബാണ്. അതിപ്പം എന്റെ മാത്രമല്ല, എനിക്കൊന്നും മിക്കവാറും ചില ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള റെസ്പോൺസ് വരാറുണ്ട്. ഈ 15 വർഷത്തിൽ കൂടുതലുള്ള ഒരു മാധ്യമ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എന്താ ചേട്ടാ പറയാ? 24 hours നിങ്ങൾ ഉണർന്നിരിക്കേണ്ട ഒരു പണിയാണ് ജേർണലിസം. ജേർണലിസം എന്നുള്ളത് ഒരു ആക്ടിവിസ്റ്റ് ജോലിയും കൂടിയാണ്. നിങ്ങൾ സമൂഹത്തിൽ ഒരു ഇഷ്യൂവിനോടൊപ്പം ജീവിക്കുന്നു, ആ ഇഷ്യൂ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ദർ ഈസ് നോ റെസ്റ്റ് ഫോർ എ ജേർണലിസ്റ്റ്. അയാളെ സംബന്ധിച്ച് ചേഞ്ച് ഓഫ് ന്യൂസുമാണ് അയാളുടെ റെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾ അതിനകത്ത് എക്സില്ലേ. ഇന്ന് കാർഷിക ബില്ലാണെങ്കിൽ നാളെ മാനസിക കാപ്പൻ, ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ പ്രധാനമന്ത്രി BPC, രാത്രി ആകുമ്പോഴേക്ക് തൊഴിൽ നിയമനം. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ കടന്നു പോകുന്നത് 4-5 ജീവിതങ്ങളിലൂടെയാണ്. പല ജീവിതങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരേ സമയം കടന്നു പോവുക എന്നുള്ളത്. ഇതിൽ എവിടെയെങ്കിലും വെച്ച് ഇത് ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതിയാൽ നിങ്ങൾ നാളെ ഔട്ട്ഡേറ്റഡ് ആവും. ഏറ്റവും വേഗം ഔട്ട്ഡേറ്റഡ് ആവുന്ന ഒരു പ്രൊഫഷനാണ് ജേർണലിസം എന്നുള്ളത്. കാരണം ഇന്ന് നിങ്ങൾ റിഫ്രഷ് ചെയ്തില്ലെങ്കിൽ നാളെ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണ്. ബാക്കി ഏത് ജോലിക്കും 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാം. പക്ഷേ ഇന്ന് അപ്ഡേറ്റഡ് ആയിരിക്കണം, നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ 4 മണി ഷോയ്ക്ക് നിങ്ങൾക്ക് അപ്പിയറൻസ് സാധിക്കും. പക്ഷെ അവിടെ ഒരു കുഴപ്പമുള്ളത് നിങ്ങൾക്ക് അത് ആഴത്തിൽ പഠിക്കാനുള്ള സമയം കിട്ടത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ടെലിവിഷൻ ജേർണലിസം എപ്പോഴും സൂപ്പർഫിഷ്യൽ ആയിരിക്കും. അതൊരു പ്രിന്റ് മീഡിയയുടെ അത്ര ആഴത്തിലുള്ള വിശകലനമൊന്നും അതിൽ നടക്കാത്തതിന്റെ കാരണം അതാണ്. പിന്നെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുമില്ല. ആഴത്തിൽ വായിക്കേണ്ടവർ വായിക്കാനാണ് ശ്രമിക്കുക.